Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss the topics Joule's experiment, first law of thermodynamics for a closed system undergoing a cycle, first law for a closed system undergoing a change of state, energy of an isolated system, then perpetual motion machine of the first kind. First one, Joule's experiment. Already, നമുക്ക് first law of thermodynamics അറിയാം. It is the law of conservation of energy. എന്താ പറയുന്നത്? Energy can neither be created nor be destroyed. It can be transformed from one form to another. ഓൾറെഡി സ്കൂൾ ലെവലിൽ പഠിച്ചതായിരിക്കും. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ലോ ദ ബേസിക് കൺസെപ്റ്റ് റിമെയിൻസ് ദ സെയിം. ഇറ്റ് ഈസ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പക്ഷേ നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഓക്കെ, ആദ്യം ജൂൾസ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് പഠിക്കും. ആ ജൂൾസ് എക്സ്പെരിമെൻറ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്കിൾ അതെന്താണെന്ന് അവിടുന്ന് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം അത് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ലോ എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത് അതും പഠിക്കും. ആദ്യം ജൂൾസ് എക്സ്പെരിമെൻറ്റ് അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്ത് നോക്കാം. കൺസിഡർ എ ക്ലോസ്ഡ് സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് എ നോൺ മാസ് ഓഫ് വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ എൻ അഡിയബാറ്റിക് വെസൽ ഹാവിങ് എ തെർമോമീറ്റർ ആൻഡ് പാഡിൽ വീൽ. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഈ ഡിസ്കഷനൊക്കെ ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ്. സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ് സിസ്റ്റം. ഓക്കെ, നോൺ മാസ് ഓഫ് വാട്ടർ അതൊരു റിജിഡ് വെസലിൽ എടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വെസൽ ഇൻസുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന് അഡയബാറ്റിക് വാൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അഡയബാറ്റിക് വാൾസ് എന്ന് വെച്ചാൽ ദർ ഈസ് നോ ഹീറ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. പക്ഷെ എന്താ, വർക്ക് ഇൻട്രാക്ഷൻ അവിടെ പോസിബിൾ ആണ്. അതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ നോൺ മാസ് ഓഫ് വാട്ടറിലോട്ട് ഒരു തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പാഡിൽ വീൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, ആ സിസ്റ്റത്തിലോട്ടൊരു വർക്ക് ട്രാൻസ്ഫർ അവിടെ വരും. ഓക്കെ, അങ്ങനെ പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് the water is steered by paddle wheel which is driven by a falling weight. The work is transferred to the system. എങ്ങനെയാണ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ആ വീല് ഒരു വെയിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ എ റോപ്പ് ആൻഡ് പുള്ളി അറേഞ്ച്മെൻറ്റ്. ഈ ഒരു വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ പാഡിൽ വീല് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വർക്ക് ട്രാൻസ്ഫർ അവിടെ നടന്നു. നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഒരു വർക്ക് ട്രാൻസ്ഫർ അവിടെ നടന്നു. ഓക്കെ, ദ സിസ്റ്റം വാസ് ഇനീഷ്യലി അറ്റ് ടെമ്പറേച്ചർ T1, the same as that of atmosphere, and after work transfer let the temperature rises to T2. The pressure is always 1 atm. ഇനീഷ്യലി ആ പാഡൽ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നതിന് മുമ്പേ ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആയിരുന്നു. സറൗണ്ടിങ്ങിൻ്റെ സെയിം ടെമ്പറേച്ചർ, സറൗണ്ടിങ്ങും വാട്ടറും T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ. ഓക്കെ, ആ വർക്ക് ട്രാൻസ്ഫർ നടന്നതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. സ്റ്റിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ഏതിലോട്ട്, T2ലോട്ട്. മീൻസ് അവിടെ ഒരു പ്രോസസ് 1-2 നടന്നു. വർക്ക് ഇൻട്രാക്ഷനാണ് അവിടെ ഉള്ളത്. ഓക്കെ, ആ വർക്ക് ട്രാൻസ്ഫർ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. The work transfer to the system W12 during process 1-2 can be calculated in terms of decrease in potential energy of the falling weight. That is, work done on the system is equal to decrease in potential energy of the weight. ഇവിടത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വർക്ക് എത്രയാണ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കുക, ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ, വെയിറ്റ് ഒരു പൊസിഷനിൽ നിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. മീൻസ് ഞാനൊരു ആർബിട്രേറ്റ് ഒരു ഡാറ്റം എടുക്കുന്നുണ്ടെങ്കിൽ എന്താ, അതിനൊരു ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി സംഭവിച്ചു. ഓക്കെ, ഇപ്പം H ഹൈറ്റിലാണ് ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ M×G×H. ഓക്കെ, അതാണ് അവിടെ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത്. അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വർക്ക് ട്രാൻസ്ഫർ അവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, ആ ഒരു പ്രോസസ്സ് ഞാനിവിടെ ജനറലൈസ്ഡ് തെർമോഡൈനാമിക് കോർഡിനേറ്റിൽ കാണിച്ചിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ ജനറൽ കോർഡിനേറ്റാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് 1-2 എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, ആ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് W12. ഇനി എന്താണ് ചെയ്യുന്നത്, ആ ഇൻസുലേഷൻ അങ്ങ് റിമൂവ് ചെയ്തു. ഈ വെസലിൻ്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്തു.
ഇൻസുലേഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ T2. T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ അവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കും, അല്ലെങ്കിൽ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കും ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ആ എനർജി ട്രാൻസ്ഫറിന് എന്താണ് പറയുന്നത്? ഹീറ്റ്. ഓക്കെ. Now the insulation is removed. The system and surrounding interact by heat transfer till the system returns to the original temperature T1. Thus the system execute a cycle. ഓക്കെ, ഇൻസുലേഷൻ റിമൂവ് ചെയ്തു. ഇത് T2, ഇത് T1. ഏത് വരെയാണ് ഈ ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുക? രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നത് വരെ, അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരെ. ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് തെർമൽ ഇക്വിലിബ്രിയം വരുന്നത് വരെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ പിന്നെ വാട്ടർ എന്ത് ചെയ്തു? ആ ഇനീഷ്യൽ ഉണ്ടായ കണ്ടീഷനിലോട്ട് തിരിച്ചു വന്നു. മീൻസ് 2 അഗെയിൻ 1 വന്നു. ജനറലൈസ്ഡ് തെർമോഡൈനാമിക് കോർഡിനേറ്റ് കാണിച്ചിട്ടുണ്ട് പ്രോസസ് 2-1. ആ സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് ഫ്രം ദ സിസ്റ്റം ടു സറൗണ്ടിങ്സ് Q21. ഓക്കെ, the amount of heat transfer Q21 from the system during process 2-1 can be estimated from heat capacity and change in temperature of the water. സോറി, ഇവിടെ Q12 അല്ല Q21 ആണ് വേണ്ടുന്നത്. Q21 ഈസ് ഈക്വൽ ടു MC ഇൻറ്റു ഡെൽറ്റ ടി താഴെ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് Q21 ഈസ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് M ഇൻറ്റു C ഇൻറ്റു ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ M ഇൻറ്റു C ഇൻറ്റു T2 മൈനസ് T1. ആ ചെയ്താൽ എന്ത് കിട്ടും? Q21 കിട്ടും. താഴെ ഇവിടെ Q12 അല്ല വേണ്ടത്, Q21 ആണ് വേണ്ടുന്നത്. Q21 ഈസ് ഈക്വൽ ടു M ഇൻറ്റു C ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, 2-1 എന്ന പ്രോസസ്സിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. It has been found that the work transfer W12 is always proportional to heat transfer Q21, and the constant of proportionality is called Joule's equivalent or the mechanical equivalent of heat. That is, W12 is proportional to Q21 or W12 is equal to J into Q21 where J is the Joule's equivalent. Okay, ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ശേഷം ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടും, ഓക്കെ, മീൻസ് വർക്കിൻ്റെ എമൗണ്ട് വാരി ചെയ്തിട്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദ വർക്ക് ട്രാൻസ്ഫർ ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് W12 ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു Q21. അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ജൂൾസ് ഇക്വാലൻ്റ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി അവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ പീരീഡിലാണ്. ഇപ്പോൾ നമുക്കറിയാം ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജിയാണ്. എനർജിയുടെ ഡിഫറെൻറ്റ് ഫോംസാണ് ഹീറ്റ് ആൻഡ് വർക്ക്. അതൊരു സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആയാലും വർക്ക് ട്രാൻസ്ഫർ ചെയ്താലും സെയിം എഫക്റ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്കറിയാം. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ പീരീഡിൽ, ആ ഒരു ടൈമിൽ ഹീറ്റ് ആൻഡ് വർക്ക് അത് രണ്ട് സെപ്പറേറ്റ് ഫോംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, ആ രണ്ടും എനർജിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണെന്ന് ആ ഒരു കാലഘട്ടത്തിൽ അറിയുന്നുണ്ടായിട്ട. ഓക്കെ, മീൻസ് വർക്ക് എക്സ്പ്രസ് ചെയ്ത യൂണിറ്റ് ആ കാലത്ത് ജൂൾസ് ആയിരുന്നു. ഓക്കെ, വർക്കിനെ എക്സ്പ്രസ് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആയിരുന്നു. ഹീറ്റിനെ എക്സ്പ്രസ് ചെയ്തത് കാലോറിയിലായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ സമയത്ത് ഒരു ഇക്വേഷൻ വെച്ചിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിറ്റ് മിസ്മാച്ച് വന്നു. വർക്ക് ജൂൾസിൽ, ഹീറ്റ് കലോറിയിൽ. ആ യൂണിറ്റ് മിസ്മാച്ച് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറാണ് ഈ ജൂൾസ് ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും വർക്കും ഹീറ്റും രണ്ട് യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ ജൂൾസ് ഇക്വാലൻ്റ് വന്നത്. പക്ഷെ ഇപ്പം നമ്മൾ എന്താണ്, വർക്കായാലും ഹീറ്റായാലും എക്സ്പ്രസ് ചെയ്യുന്ന സെയിം SI യൂണിറ്റിൽ ജൂൾസിലാണ്. ആ ഒരു സമയത്ത് നമുക്ക് J അവിടെ ആവശ്യമില്ല. മീൻസ് എന്താ, വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് അവിടെ കിട്ടുന്നത്. ക്യുമുലേറ്റീവ് ഒരു സൈക്കിളിൽ വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് തന്നെയാണ് കിട്ടുന്നത്. J എന്ന് പറയുന്നത് ആ യൂണിറ്റ് മിസ്മാച്ച് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇഫ് എ സൈക്കിൾ ഇൻവോൾവ് മെനി വർക്ക് ആൻഡ് ഹീറ്റ് ഇൻട്രാക്ഷൻ ദെൻ സിഗ്മ W സൈക്കിൾ ഈസ് ഈക്വൽ ടു J ഇൻറ്റു സിഗ്മ Q സൈക്കിൾ. ഇപ്പോൾ ഒരു സൈക്കിൾ, ഇപ്പം ഒരു വർക്ക് ഒരു ഹീറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഹീറ്റ് ഒരുപാട് വർക്ക് ഇൻട്രാക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അൾജിബ്രൈക് സം ഓഫ് ഹീറ്റ്
ഈസ് ഈക്വൽ ടു algebraic sum of work during a cycle. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു SI സിസ്റ്റമിൽ ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് ആർ മെഷേർഡ് ഇൻ ജൂൾസ്. Thus the constant of proportionality J is unity. Therefore equation 1 become sigma W cycle is equal to sigma Q cycle. Equation number 2. ഈ ഒരു ഇക്വേഷൻ നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. സൈക്ലിക് ഇൻ്റഗ്രൽ വർക്ക് ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഹീറ്റ്. ഓക്കെ, ഇവിടെ സൈക്ലിക് ഇൻ്റഗ്രൽ ഹീറ്റ് അതെന്താണ്? വിച്ച് ഈസ് കോൾഡ് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെപ്രസെൻറ്റ് ദി നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ സൈക്കിൾ. ഓക്കെ, സോറി, ഇതാണ് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഹീറ്റ്. ഓക്കെ, അതെന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ സൈക്കിൾ. അതേപോലെ ഇത് W സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് W അതെന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് എ സൈക്കിൾ. ഓക്കെ, അത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് W എന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് എ സൈക്കിൾ, തെർമോഡൈനാമിക് സൈക്കിൾ. അതേപോലെ സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ തെർമോഡൈനാമിക് സൈക്കിൾ. ഓക്കെ, അത് രണ്ടും ഈക്വലാണ്. അല്ലെങ്കിൽ ഫിസിക്കലി എന്താ പറയുക, ഒരു സിസ്റ്റത്തിലോട്ട് ഞാൻ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദെൻ ദ സിസ്റ്റം ഹോൾഡ് ദി കപ്പാസിറ്റി ടു പെർഫോം ആൻ ഇക്വാലൻ്റ് എമൗണ്ട് ഓഫ് വർക്ക്. ഫിസിക്കലി ആണ്, അതാണ് അതിൻ്റെ മീനിങ്. The equations 2 and 3 represent mathematical expression of first law of thermodynamics for a closed system undergoing a cycle. ഇക്വേഷൻ നമ്പർ 2ഉം 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ എക്സ്പ്രഷനാണ്. ആർക്ക്? ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്കിൾ. ശ്രദ്ധിക്കണം, ക്ലോസ്ഡ് സിസ്റ്റമാണ്, അതേപോലെ സൈക്ലിക് പ്രോസസ്സിനാണ് ഇത്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ പറയാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്കിൾ. പിന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ക്ലോസ്ഡ് സിസ്റ്റമാണ് അണ്ടർഗോയിങ് എ സൈക്കിൾ. ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഫോർ എ സിസ്റ്റം ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ ദ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ. ഓക്കെ, സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ സൈക്കിളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ സൈക്കിൾ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്കിൾ. ഇനി ഇപ്പം പ്രാക്ടിക്കൽ കേസിലോട്ട് വരുന്ന സമയത്ത് ഈ സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സീരീസ് ഓഫ് ഓപ്പറേഷൻസ് കഴിഞ്ഞു, അതിനുശേഷം ആ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വന്നു, അതാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കിളൊക്കെ ഓൾറെഡി ബേസിക് കൺസെപ്റ്റ് പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ പ്രാക്ടിക്കൽ കേസിലോട്ട് വരുന്ന സമയത്ത് സൈക്ലിക് ഓപ്പറേഷൻസ് കുറവായിരിക്കും, മെജോറിറ്റി പ്രോസസ്സാണ് ഉണ്ടാവുക. പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. അല്ലാണ്ട് സൈക്ലിക് സീരീസ് ഓഫ് ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒരു പ്രോസസ്സിനും സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാലും പ്രോസസ്സ് എന്ന് വെച്ചാലും സെയിം. ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരുന്നതിന് മുമ്പേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നുണ്ട്, എനർജി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. ഓക്കെ, ആദ്യം ആ കോൺസെപ്റ്റിലോട്ടാണ് എത്തുന്നത്, അതിനുശേഷം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരും. Consider a closed system which changes its state from state 1 to state 2 by following path A and returns from state 2 to state 1 by following path B. Thus the system undergoes a cycle. ഒരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2ലോട്ട് പോകുന്നത് ബൈ ഫോളോയിങ് പാത്ത് എ ആണ്. ഓക്കെ, ആൻഡ് റിട്ടേൺസ് ഫ്രം സ്റ്റേറ്റ് 2 ടു സ്റ്റേറ്റ് 1 ബൈ ഫോളോയിങ് പാത്ത് ബി. എന്തായാലും ഒരു സൈക്കിളായി. ഓക്കെ, 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2ലെത്തി, തിരിച്ചിട്ട് ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ വന്നു. ഒരു തെർമോഡൈനാമിക് സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു തെർമോഡൈനാമിക് സൈക്കിളിന് നമുക്ക് ഫസ്റ്റ് ലോ ഓൾറെഡി നമ്മൾ പഠിച്ചു. എന്താണ്? സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് വർക്ക്. ഓക്കെ, ഇനി ഞാനതൊരു പ്രോസസ്സ്, ഇപ്പം സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഹീറ്റ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ദാറ്റ് സൈക്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പ്രോസസ്സിന് എഴുതാം. ഈ പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫർ പ്ലസ് അടുത്ത പ്രോസസ്സിനുള്ള ഹീറ്റ് ട്രാൻസ്ഫർ, അതാണ് ഈ സൈക്ലിക് ഇൻ്റഗ്രൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആദ്യം 1 2 കൺസിഡർ ചെയ്താൽ
ഇൻ്റഗ്രൽ 1 to 2. ഇവിടെ സൈക്ലിക് ഇൻ്റഗ്രലാണ്, ഇവിടെ നോർമൽ ഇൻ്റഗ്രലാണ്. ഈ ഒരു പ്രോസസ്സിനായിരുന്നത് ഇതൊരു സൈക്കിളിനാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് കോണ്ടൂറിനാണെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രോസസ്സാണ്. ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ ആയിരിക്കാണ് പാത്ത് എ പ്ലസ് ഇൻ്റഗ്രൽ 2 to 1 ഡെൽറ്റ ക്യൂ ഫോർ പാത്ത് ബി. ഇതാണ് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ദാറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ഡബ്ല്യു എ പ്ലസ് ഇൻ്റഗ്രൽ 2 to 1 പാത്ത് ബി ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത സൈക്കിൾ കൺസിഡർ ചെയ്യുന്നത് അതങ്ങനെയാണ്. സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 പോകുന്നത് ത്രൂ പാത്ത് എ ആൻഡ് റിട്ടേൺസ് ഫ്രം സ്റ്റേറ്റ് 2 ടു സ്റ്റേറ്റ് 1 ത്രൂ പാത്ത് സി. ഓക്കെ, അതും എന്തായി? ഒരു തെർമോഡൈനാമിക് സൈക്കിളായി. 1 നിന്ന് 2 വന്നു, തിരിച്ച് 2 നിന്ന് 1 തന്നെ പോയി. ഇവിടെ റിട്ടേൺ പാത്ത് എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അതിന് ഫസ്റ്റ് ലോ അങ്ങനെ എഴുതാം. സിമിലർലി സൈക്കിൾ ആയതുകൊണ്ട് ഇതന്നെ എഴുതാൻ വേണ്ടി പറ്റും. സ്പ്ലിറ്റ് ആയിട്ട് ഓരോ പ്രോസസ്സിന് എഴുതുന്ന സമയത്ത് അങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ എ പ്ലസ് ഇൻ്റഗ്രൽ 2 to 1 ഡെൽറ്റ ക്യൂ സി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ഡബ്ല്യു എ പ്ലസ് ഇൻ്റഗ്രൽ 2 to 1 ഡെൽറ്റ ഡബ്ല്യു സി. ഇക്വേഷൻ നമ്പർ 2. അടുത്ത ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്യുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡും സബ്ട്രാക്ട് ചെയ്യുന്നു, റൈറ്റ് സൈഡും സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടേം ക്യാൻസലായി പോകും. ഈ ഒരു ടേമും ക്യാൻസലാവുന്നു. അതേപോലെ ഈ ഒരു ടേമും ക്യാൻസലാവുന്നു. റിമൈനിങ് ടേംസ് ആണിത്. ഓക്കെ, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പാത്ത് ബിയിലെ ഹീറ്റ് ആൻഡ് വർക്ക് ഒന്നിച്ച് എഴുതിയിട്ടുണ്ട്, പാത്ത് സിയിലെ ഹീറ്റ് ആൻഡ് വർക്ക് ഒന്നിച്ച് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ ചെയ്താൽ ക്ലബ് ചെയ്ത് അങ്ങനെ ചെയ്താൽ ഇൻ്റഗ്രൽ 2 to 1 ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 to 1 ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഫോർ പാത്ത് സി. ഇക്വേഷൻ നമ്പർ 3. ഇവിടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ എന്താ മനസ്സിലാൻ വേണ്ടി പറ്റുന്നത്? ഈ ഒരു ക്വാണ്ടിറ്റി ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഇവാലുവേറ്റ് ചെയ്യുന്നു ഫോർ പ്രോസസ് 2-1. ഒന്ന് പാത്ത് ബി ആണ്, ഒന്ന് പാത്ത് സി ആണ്. ആ രണ്ട് പാത്തിന് ഇവാലുവേറ്റ് ചെയ്താലും സെയിം വാല്യൂ, സിമിലർ വാല്യൂസ് ആണ് കിട്ടുന്നതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സിൻസ് ബി ആൻഡ് സി റെപ്രസെൻറ്റ്സ് ടു ആർബിട്രറി പ്രോസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് 2 and 1, the quantity delta q minus delta w is same for the all process between state 2 and 1. മീൻസ് ഞാനിവിടെ റാൻഡമായിട്ട് എടുത്തിരിക്കുന്ന പാത്താണ് ബിയും സിയും. ഇനി ഏത് പാത്ത് വഴി എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്വാണ്ടിറ്റി ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ബിറ്റ്വീൻ സ്റ്റേറ്റ് 1 and 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏത് പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും എന്താണ് സെയിം വാല്യൂ തന്നെ കിട്ടുമെന്ന് മനസ്സിലായി. ഇപ്പം ബിയും സിയും ഞാൻ റാൻഡമായിട്ട് എടുത്തിരിക്കുന്ന പാത്താണ്. ഞാൻ വേറൊരു ഡി എന്ന് പറഞ്ഞ പാത്ത് എടുക്കുന്നത്, അവിടെയും ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് സെയിം ക്വാണ്ടിറ്റി തന്നെ കിട്ടും. അതിൻ്റെ മീനിങ് എന്താ? The quantity delta q minus delta w depends only on initial and final state and not on the path followed between two states. ഏത് പാത്ത് വഴി ഇവാലുവേറ്റ് ചെയ്താലും സെയിം ക്വാണ്ടിറ്റി കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ഏത് പാത്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്തായിരിക്കില്ല? പാത്ത് ഫംഗ്ഷൻ ആയിരിക്കില്ല. എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതെന്തായിരിക്കും? ഒരു പോയിൻ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നത് പാത്ത് ഫംഗ്ഷൻസ് ആണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത് ഫോളോഡ്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്കെന്ത് മനസ്സിലായി? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എൻഡ് പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Therefore, the quantity delta q minus delta w is a point function and it represents differential of a property of the system. Okay, ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പോയിൻ്റ് ഫംഗ്ഷനാണ്. പോയിൻ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. പാത്ത് ഫംഗ്ഷൻ ഒരിക്കലും പ്രോപ്പർട്ടി അല്ല. ഹീറ്റ് ആൻഡ് വർക്ക് പാത്ത് ഫംഗ്ഷൻ അത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല. പോയിൻ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു അതെന്തായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏതോ ഒരു പ്രോപ്പർട്ടിയുടെ ഡിഫറൻഷ്യലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്ന ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതോ ഒരു പ്രോപ്പർട്ടി
അതിൻ്റെ ഡിഫറൻഷ്യലാണ്. ആ പ്രോപ്പർട്ടിയുടെ പേരെന്താണ്? എനർജി. ഓക്കെ, ആ പ്രോപ്പർട്ടിയാണ് എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി ഇ. ഓക്കെ, ഇവിടെ ഞാൻ ഡി ആണ് എഴുതിയിരിക്കുന്നത്. ഹീറ്റിനും ക്യൂവിനും ഡെൽറ്റ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞാൽ എന്താണ്? അത് പാത്ത് ഫംഗ്ഷനാണ്, അത് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്. പക്ഷേ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് എന്ന് പറയുന്നത്. ഓൾറെഡി നമുക്കറിയാം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് പാത്ത് ഫംഗ്ഷനാണ്, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് പാത്ത് ഫംഗ്ഷനാണ്. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്താണ്? പോയിൻ്റ് ഫംഗ്ഷനാണ്. അതാണ് എനർജി. ഓക്കെ, എനർജി പോയിൻ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്താ എഴുതുക? അത് എക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്, ഡി ഇ എന്ന് എഴുതുക. ഡെൽറ്റ ഇ എന്നല്ല എഴുതേണ്ടത്, എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആണെങ്കിൽ ഡി ഇ. ഓക്കെ, നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് അതൊരു പോയിൻ്റ് ഫംഗ്ഷനാണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആണ്. ഓക്കെ, ദെർഫോർ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. ഈ ക്വാണ്ടിറ്റി ഡിഫറൻഷ്യൽ ഓഫ് എ പ്രോപ്പർട്ടിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടിയാണ് എനർജി ഇ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിന് എനർജി ഒരു പ്രോപ്പർട്ടി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്സാണ് എഴുതേണ്ടത്. ഓക്കെ, സ്റ്റാർട്ടിങ് 1 to 2 പ്രോസസ്സ് എ വഴി വരുന്നത്, പിന്നെ ബി വഴി 2 to 1 റിട്ടേൺ ചെയ്യുന്നത്. അതേപോലെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് അവസാനം എന്താ കിട്ടുന്നത്? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് ഡി ആണ്. ആ ഇ എന്ന് പറയുന്നത് എനർജി, ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ഓക്കെ, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ 4 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഡി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻ്റഗ്രൽ 2 to 1 ഡി ഇ ഫോർ പാത്ത് ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 to 1 ഡി ഫോർ പാത്ത് സി. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഡി എന്ന് പറയുന്നത് ഇ ആണ്. നമുക്ക് പോയിൻ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിമിറ്റും കൂടെ കൊടുത്താൽ E1 മൈനസ് E2 ബി ഈസ് ഈക്വൽ ടു E1 മൈനസ് E2 സി. ഇതിൻ്റെ മീനിങ് എന്താ? ചേഞ്ച് ഇൻ എനർജി ബിറ്റ്വീൻ ടു സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് സെയിം വെദർ ദ പാത്ത് ഓഫ് ദ സിസ്റ്റം whatever path the system may follow during that change of state. That is, energy is a point function and a property. ഇപ്പം between point 1 and 2, okay, change in energy E1 minus E2 for path B is same as that of E1 minus E2 for path C. Okay, means എന്താ? ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ആ എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബി ആയാലും സി ബി ആയാലും സെയിം തന്നെ എന്ന് വെച്ചാൽ വേറൊരു പാത്തും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും സെയിം തന്നെ. എനർജി, ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് പോയിൻ്റ് ഫംഗ്ഷനാണ്. പോയിൻ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എപ്പോഴും സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും, പാത്ത് ഫംഗ്ഷൻ പ്രോപ്പർട്ടി ആയിരിക്കില്ല. ഓക്കെ, എനർജി പോയിൻ്റ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായതുകൊണ്ട് അതെന്താണ്? എനർജി എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എക്സാമിന് എനർജി ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് മൊത്തമാണ് എഴുതേണ്ടത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി, ഈ ഒരു ഇക്വേഷൻ ഒരു പ്രോസസ്സിന് അപ്ലൈ ചെയ്യുന്നത് 1 2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സിന് ഞാൻ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ മൈനസ് ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 ഡി ഇ. ഓക്കെ, ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ എന്താണ്? Q12 മൈനസ് W12 ഇസ് ഈക്വൽ ടു E2 മൈനസ് E1. ഈ ഒരു ക്വാണ്ടിറ്റീനെ എനിക്ക് Q2 മൈനസ് Q1 എഴുതാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഹീറ്റും വർക്കും പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്. ഓക്കെ, പക്ഷേ ഡി എന്ന് പറയുന്നത് എക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? E2 മൈനസ് E1. ഈ ഒരു രണ്ട് എക്സ്പ്രഷൻസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? It represents the mathematical expression of first law of thermodynamics for a closed system undergoing a change of state. Okay, ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഇത് രണ്ടും, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ പറയാം. If Q is the amount of heat transfer to the system and W is the amount of work transferred from the system during a process, then net energy transfer Q minus W will be stored in the system. ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മറ്റേ Q എന്ന് പറഞ്ഞ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതേപോലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്,
എന്താണ് പോസിറ്റീവ് ഡബ്ല്യു. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ഡൺ. അതെന്തായിരിക്കും? സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ സ്റ്റോർഡ് എനർജി, ചേഞ്ച് ഇൻ എനർജി ആയിട്ട് ഉണ്ടാവും. ഓക്കെ, മീൻസ് സിസ്റ്റത്തിലോട്ട് ഞാൻ ഒരു 10 കിലോ ജൂൾ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഒരു 5 കിലോ ജൂൾ വർക്ക് ചെയ്തു. റിമൈനിങ് 5 കിലോ ജൂൾ എവിടെ ഉണ്ടാവും? സിസ്റ്റത്തിൻ്റെ സ്റ്റോർഡ് എനർജി ആയിട്ട് എവിടെ ഉണ്ടാവും? Q മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ, അല്ലെങ്കിൽ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു. അല്ലെങ്കിൽ ഫിസിക്കലി എന്താണ് മീൻ ചെയ്യുന്നത്? സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റിമൈനിങ് എനർജി സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. ഇനി പ്രോസസ് 1-2 എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം, Q12 മൈനസ് W12 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി മീൻസ് E2 മൈനസ് E1, അല്ലെങ്കിൽ Q12 ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 പ്ലസ് W12. ഓക്കെ, if there are many energy transfer occurs as heat and work between the system and surrounding in a process, then first law gives. ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സിൽ ഒരുപാട് ഹീറ്റ് ആൻഡ് വർക്ക് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു പ്രോസസ്സിൽ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. തൊട്ട് മുമ്പിലെഴുതി തന്നെ സൈൻ കൺവെൻഷൻ കൊടുക്കണം. ഇപ്പം ഹീറ്റ് Q1, Q2, Q3 ഉണ്ട്. Q1 ഈസ് ഫ്രം ദ സിസ്റ്റം ടു സറൗണ്ടിങ്സ്. ബൈ അവർ സൈൻ കൺവെൻഷൻ ഇറ്റ് ഈസ് നെഗറ്റീവ്. മൈനസ് Q1, Q2 and Q3 heat transfer to the system, it is positive. Okay, that is equal to change in energy. W ന് സൈൻ കൺവെൻഷൻ കൊടുത്താൽ എന്ത് കിട്ടും? W1 ഹീറ്റ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്, അല്ല വർക്ക് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം, ഇറ്റ് ഈസ് നെഗറ്റീവ്. W2 and 3 എന്ന് പറയുന്നത് വർക്ക് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ആണ്, രണ്ട് പോസിറ്റീവ്. എഗെയിൻ W4 എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, നെഗറ്റീവ്. ഓക്കെ, സൈൻ കൺവെൻഷൻ വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ആ ചേഞ്ച് ഇൻ എനർജി എന്താണ്? അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഫോർ എ സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എനർജിയുടെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി, എനർജിയുടെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഷോർട്ടായിട്ടേ പറയുന്നുള്ളൂ. ഇൻ ദി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക്, ഇലക്ട്രിക് ആൻഡ് സർഫസ് ടെൻഷൻ എഫക്ട്, ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് മാക്രോസ്കോപ്പിക് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, എനർജീനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എനർജി ഇൻ സ്റ്റോറേജ് ആൻഡ് എനർജി ഇൻ ട്രാൻസിറ്റ്. ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നത് എനർജി ഇൻ ട്രാൻസിറ്റ് ആണ്. സ്റ്റോർഡ് എനർജിയാണ് സിസ്റ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തുണ്ട്? മാക്രോസ്കോപ്പിക് ഉണ്ട്, മൈക്രോസ്കോപ്പിക് ഉണ്ട്. മാക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജീസ്. അതേപോലെ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് എനർജിയാണ് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി. ടോട്ടൽ സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം ഓഫ് ഇൻറ്റേർണൽ എനർജി മൈക്രോസ്കോപ്പിക് പ്ലസ് മാക്രോസ്കോപ്പിക് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ്. ചേഞ്ച് ഇൻ എനർജി അന്നേരം എന്തായിരിക്കും? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനി സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ക്ലോസ്ഡ് സിസ്റ്റം സ്റ്റേഷനറി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അതേപോലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എനർജിയുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ ഫോർ എ സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ പ്രോസസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി ഇ ആയിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? ഡി യു എഴുതാം. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ സ്കൂൾ ലെവൽ ഫെമിലിയർ ആയിട്ടുള്ള ഫസ്റ്റ് ലോൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇവിടെ വരുന്ന അസംഷൻസ് എന്താ? ചേഞ്ച് ഇൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ നെഗ്ലിജിബിൾ. ഒരു പ്രോസസ്സിന് എഴുതുന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? Q12 ഈസ് ഈക്വൽ ടു പിന്നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് U2 മൈനസ് U1 പ്ലസ് W12. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. ഓൾറെഡി നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തെടുക്കുക. ടോട്ടൽ എനർജി സ്ഥാനത്ത് ഇൻറ്റേർണൽ എനർജി വരുന്നുണ്ടെങ്കിൽ എന്താ? ഇൻറ്റേർണൽ എനർജി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം. ഇനി ഇവിടെ പ്രസൻറ്റ് ചെയ്ത വർക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് മാത്രമാണെങ്കിൽ വർക്ക് ഡൺ, ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കിൻ്റെ എക്സ്പ്രഷൻ എന്താ? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്താണ് PdV. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു PdV. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഡെൽറ്റ ക്യൂ മൈനസ് PdV ഇസ് ഈക്വൽ ടു DU, അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു DU പ്ലസ് PdV. ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് മാത്രമാണുള്ളതെങ്കിൽ. അടുത്തത് എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി എന്തായിരിക്കും?
അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താ, an isolated system is one in which there is no interaction of the system with the surroundings. ഐസൊലേറ്റഡ് സിസ്റ്റം നിങ്ങൾക്കറിയാം, സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ യാതൊരു വിധ ഇൻട്രാക്ഷനും ഇല്ല. മാസ് ഇൻട്രാക്ഷൻ ഇല്ല, എനർജി ഇൻട്രാക്ഷൻ ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ സിസ്റ്റം ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി സറൗണ്ടിങ്സ്. അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എന്ത് ചെയ്താൽ, ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി ഇ. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല, വർക്ക് ഇൻട്രാക്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡി ഇ ഈസ് ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് 0. അതിൻ്റെ മീനിങ് എന്താ, ചേഞ്ച് ഇൻ എനർജി ഇല്ലെങ്കിൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അടുത്തത് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ദി ഫസ്റ്റ് കൈൻഡ്, PMM1. A device that violates first law of thermodynamics by creating energy is called a perpetual motion machine of the first kind. PMM1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ മെഷീൻ ദാറ്റ് വയലേറ്റ്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബൈ ക്രിയേറ്റിംഗ് എനർജി ഫ്രം നത്തിങ്, ക്രിയേറ്റിംഗ് എനർജി ഫ്രം നത്തിങ്. ഓക്കെ, first law is the general principle of conservation of energy. That is, energy is neither created nor destroyed, but only get transformed from one form to another. There can be no machine which would continuously supply mechanical work without some other form of energy disappearing simultaneously. മീൻസ് ഒരു മെഷീനും എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് മെക്കാനിക്കൽ വർക്ക് നമുക്ക് തരാൻ വേണ്ടി പറ്റില്ല. എങ്ങനെ, വേറൊരു ഫോം ഓഫ് എനർജി ഡിസപ്പിയർ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം ഓഫ് എനർജി കൺസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് തരാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഒരു മെഷീന് നമുക്ക് എന്താണ് കണ്ടിന്യൂസ് വർക്ക് ഔട്ട്പുട്ട് തരാൻ വേണ്ടി പറ്റില്ല വേറൊരു എനർജി കൺസ്യൂം ചെയ്യാണ്ട്. അല്ലെങ്കിൽ നോ മെഷീൻ ക്യാൻ ജനറേറ്റ് എനർജി അല്ലെങ്കിൽ ക്രിയേറ്റ് എനർജി ഫ്രം നത്തിങ്. അതാണ് പറഞ്ഞത്. അത്തരത്തിലൊരു മെഷീൻ, സച്ച് എ ഫിക്റ്റീഷ്യസ് മെഷീൻ ഈസ് കോൾഡ് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ദസ് PMM1 ഈസ് ഇമ്പോസിബിൾ. പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വെച്ചാൽ ഒരു മെഷീൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട് വിത്തൗട്ട് കൺസ്യൂമിങ് എനി എനർജി. ഇവിടെ ഇത് 0 ആണ്, അതുകൊണ്ട് ഡാഷ്ഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ മെഷീനിലോട്ട് എന്താണ്, ഇൻപുട്ട് ഇല്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതാണ് PMM1 എന്ന് പറയുന്നത്. അതെന്താണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരും അത്തരം ഒരു മെഷീൻ എന്താണ്, പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആണ്. ഓക്കെ, എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മീൻസ് PMM1 എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഫസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്.